ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാഡമിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നതാണ് ഈ ക്ലാസ്. ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. നമുക്കൊന്ന് വായിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നതിന് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തന്നെ തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗനും ഹെക്ടർ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉരുളിറക്കുകയായിരുന്ന കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. നമുക്കറിയാം, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു എന്നറിയാം. ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് വാസ്കോഡ ഗാമ എന്നൊരു പോർച്ചുഗീസുകാരനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ആഫ്റ്റർ റീഡിംഗ് ദിസ് അക്കൗണ്ട് ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇംഗ്ലണ്ട് വിച്ച് ലേറ്റർ കോൺകേർഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ട്രേഡ് ലിങ്ക്സ് ഇൻ ഈസ്റ്റേൺ റീജിയൻസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ. നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അവർ ആധിപത്യം സ്ഥാപിച്ചതെന്ന്. ഇപ്പോൾ കുറേ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അവരിൽ നിന്ന് ഒരുപാട് സ്പൈസസ് ആയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അവർക്ക് മുടക്കിയ മുതലിനെയും കാട്ടിയും 95% ഒരു ലാഭമെന്ന് പറയുന്നത്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് അവരെന്തുകൊണ്ടാണ് കടലിലൂടെ ഒരു യാത്ര അവരാരംഭിച്ചത്? കരമാർഗമല്ലാതെ കടലിലൂടെ അവരെന്തുകൊണ്ടായിരുന്നു ഒരു യാത്ര ആരംഭിച്ചത്? യൂറോപ്പിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സ്പൈസസ് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെ സമുദ്രത്തിലൂടെ അവരൊരു പാത കണ്ടെത്തി. എന്തായിരുന്നു കാരണങ്ങൾ? യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അതായിരുന്നു ഒരു കാരണം. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ അറിവ്, അവർക്ക് ടെക്നോളജിക്കലി നല്ല അറിവുണ്ടായിരുന്നു. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, അവർ മറൈൻ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവർക്ക് മാപ്പ് മേക്കിംഗ് അറിയാമായിരുന്നു. അടുത്തതായിട്ട് പുതിയ പ്രദേശങ്ങളെയും അവരുടെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളെ യാത്രാ വിവരങ്ങൾ നൽകിയ പകർന്ന അറിവ്. അവർ സഞ്ചാരികളെ യാത്രാ വിവരങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ ഒരുപാട് സമ്പത്തുള്ള നാടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് അവരൊരു സമുദ്രപാത കണ്ടുപിടിച്ച് ഇന്ത്യയിലേക്ക് എത്തിയത്. വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട്? എന്തുകൊണ്ടാണ് അവർ പുതിയ വഴി കണ്ടുപിടിച്ചത്? ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്, growth in knowledge about geography, advances made in compass and map making, travel writings by voyagers provided knowledge about new territories and their wealth, the commercial market for ancient products like pepper in Europe, conquest of Constantinople by the Turks. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കി പഠിക്കാം. ഈ പിക്ചർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന മറൈൻ കോമ്പസിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യൂ. എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ദ പോർച്ചുഗീസ് വർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. സീയിലൂടെ ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ ദ സീ. ഈ പോർച്ചുഗീസുകാരിൽ വാസ്കോഡ ഗാമയായിരുന്നു ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ സീ റൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം യാത്ര തുടങ്ങിയത് പോർച്ചുഗലിൽ നിന്നായിരുന്നു. അദ്ദേഹം ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് മൊത്തം ചുറ്റി എവിടേക്ക് എത്തിച്ചേർന്നു? ഇന്ത്യയിലെ കോഴിക്കോട്, കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നു. അപ്പോൾ ഈ മാപ്പ് നമുക്ക് എന്ത് മനസ്സിലായി? വാസ്കോഡ ഗാമയുടെ സീ റൂട്ട് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു മാപ്പ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഈ മാപ്പ് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തെ ചോദ്യം, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ്. എവിടെ നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത്? എവിടെ നിന്നായിരുന്നു? പോർച്ചുഗലിൽ നിന്നായിരുന്നു
യാത്ര ആരംഭിച്ചത്. അതായത് ലിസ്ബണിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. വാസ്കോഡഗാമ എത്തിച്ചേർന്ന സ്ഥലം എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും. ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്തു, ഏതൊക്കെ കോണ്ടിനെന്റിലൂടെ യാത്ര ചെയ്തു നമുക്ക് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. ഏതൊക്കെ കോണ്ടിനെന്റ് ആയിരുന്നു? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. നമുക്ക് മാപ്പ് ഒന്നും കൂടെ ഒബ്സർവ് ചെയ്താലോ? ഇതെല്ലാം നമുക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കുക, പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് ആര് യാത്ര തുടർന്നത്? വാസ്കോഡഗാമ യാത്ര തുടർന്നത്. അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയും ഇന്ത്യൻ സമുദ്രത്തിലൂടെയും കടന്ന് എവിടെ എത്തിച്ചേർന്നു? കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ആഫ്രിക്ക, യൂറോപ്പ്, ഇന്ത്യ, ഈ കോണ്ടിനെന്റ്സിലൂടെ അദ്ദേഹം കവർ ചെയ്തു. ഈ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. The Portuguese were the first Europeans to reach India by sea. Vasco da Gama from the Portugal was the first to reach India by sea. Foreign power that came to India. ഏതൊക്കെ ഫോറിൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിരുന്നു? ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരായിരുന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, പിന്നെ ഫ്രാൻസുകാർ വന്നു. ആദ്യമായി വന്നത് പോർച്ചുഗീസിലെ വാസ്കോഡഗാമയായിരുന്നു. അടുത്തതായി ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. 1498 കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അപ്പോൾ വാസ്കോഡഗാമ എന്നാണ് എത്തിച്ചേർന്നത്? 1498. എവിടെ എത്തിച്ചേർന്നത്? കാപ്പാട് എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായത്? യൂറോപ്പിലേക്ക് വന്നപ്പോൾ യൂറോപ്പിൽ നിന്ന് അദ്ദേഹം എന്ത് വന്നു? ഇന്ത്യയിലേക്ക് എത്തി. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരി എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് സാമൂതിരി നമുക്ക് ഭരിക്കുന്ന സമയത്ത് കോഴിക്കോടുമായി കച്ചവടം നടത്തിയിരുന്ന അറബികളായിരുന്നു. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ പോർച്ചുഗീസുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അറബികളെ ഒഴിവാക്കണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കച്ചവടം ചെയ്യാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അംഗീകരിച്ചില്ല, സാമൂതിരി അംഗീകരിച്ചില്ല. അവരെന്ത് ചെയ്തു? കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടി. നേരെ അവരോട് പോയി, കണ്ണൂരിലേക്ക് പോയി അവിടുത്തെ കോലത്തിരി രാജാവിൽ നിന്ന് അനുമതി നേടി. അവരെന്ത് ചെയ്തു? കുരുമുളകും അതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ച് അവർ പോർച്ചുഗീസിലേക്ക് മടങ്ങിപ്പോയി. എവിടെ നിന്ന് മടങ്ങിപ്പോയി? കോലത്തിരി രാജാവിനെ കണ്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവരെ പോയി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിക്കൊണ്ടുപോയത്. അതായത് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര പൈസ ചെലവായോ അതിൻ്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ആരിവിടുന്ന് പോയത്? ഗാമ തിരിച്ച് പോയത്. അപ്പോൾ 1648 ആരെത്തി? വാസ്കോഡഗാമ കാപ്പാട്, കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്, കോഴിക്കോട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമറിൻ ആയിരുന്നു. അതുപോലെ തന്നെ സാമറിൻ ആർക്ക് അംഗീകാരം കൊടുത്തില്ല? പോർച്ചുഗീസുകാർക്ക് അംഗീകാരം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ പോയി കോലത്തിരി രാജാവിനെ കണ്ട്, കണ്ണൂരിലെ കോലത്തിരി രാജാവിനെ കണ്ട് അധികാരം വാങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇവിടെ നിന്ന് പെപ്പറൊക്കെ ആയി ഒരുപാട് സാധനങ്ങൾ അവരെ കപ്പലിൽ കയറ്റി ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയി. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. ഒരു വട്ടം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പിന്നെയും എന്ത് ചെയ്തു? അവരെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സാമറിൻ did not give the Portuguese a monopoly in trade. പക്ഷെ സാമൂതിരി ഒരു കാരണവശാലും എന്ത് കൊടുത്തില്ല? അവർക്ക് മൊണോപ്പൊളി കൊടുത്തില്ല. ദിസ് ലെഡ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സാമറിൻ ആൻഡ് ദ പോർച്ചുഗീസ്. ഇതെന്തുണ്ടായി? സാമൂതിരിയും അതുപോലെ പോർച്ചുഗീസുകാരും തമ്മിൽ എന്തുണ്ടായി? ഒരു വഴക്കിനെ വഴിവെച്ചു. പോർച്ചുഗീസുകാർ ഹാസ് ഫേസ്ഡ് സ്റ്റിഫ് റെസിസ്റ്റൻസ് ഫ്രം കുഞ്ഞാലി മരക്കാർ ഹു വർ ദ നേവൽ ചീഫ് ഓഫ് സാമറിൻ. സാമൂതിരിയുടെ നേവൽ ചീഫായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഇവിടെ നേരിടേണ്ടി വന്നു. കുഞ്ഞാലി മരക്കാരൻ്റെ മരണശേഷം അവർക്ക് പ്രത്യേകിച്ച് ത്രെറ്റൊന്നും വെല്ലുവിളികളൊന്നും ഇവിടെ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു. എന്നാണ് വാസ്കോഡഗാമ വന്നത്? എവിടെയാണ് വന്നത്? ഏത് രാജാവിനെയാണ് ആദ്യം കണ്ടത്? എവിടെ നിന്നാണ് അനുമതി ലഭിച്ചത്? എന്തൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി? അവസാനം കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായി ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.